ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി. അപ്പോൾ ഇന്നേ എന്താ പറയുക, കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായി വന്നിട്ടുണ്ട് കേട്ടോ. സുന്ദരിയായിട്ട് നമ്മൾ മുന്നിലേക്ക് വരാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം, ഇപ്പോൾ 11 മണി 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ചായ കുടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം പുഴയിൽ പോയിട്ടോ. അലക്കൽ കഴിഞ്ഞു, പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞപ്പോൾ നമുക്ക് കഞ്ഞി മതി ഉച്ചയ്ക്ക്. സാധാരണ എല്ലാവരും വൈകുന്നേരത്തല്ലേ കഞ്ഞി ഉണ്ടാക്കുക. അപ്പോൾ ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു സംഭവം കൂടെ പറഞ്ഞുതരാം. റേഷൻ കടയത്തെ അരി കഴിഞ്ഞിട്ടുണ്ട്. അതായത് പെട്ടെന്ന് തിളച്ചാൽ വീണ് ആ അരി തീർന്നു തുടങ്ങി. പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മട്ടരിയാണുള്ളത്. അപ്പോൾ മട്ടരിന് ചോറ് ഇവിടെ ആർക്കും വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് കഞ്ഞി നമ്മൾ കുക്കറിൽ കഞ്ഞി ഇട്ടുക, അത് ഭയങ്കര ഇഷ്ടം. പിന്നെ അവർക്ക് ചമ്മന്തി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എന്താ അതിലേക്ക് വേറെ ഒരു ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. സാധാരണ വൈകുന്നേരത്തെ വേഗം കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ 10 മണി സമയത്തൊക്കെ. അപ്പോൾ അലക്കി വന്നത് ഞാൻ വിരിച്ചിട്ടിട്ടില്ല കേട്ടോ. അതിന് ഞാൻ ഇവിടെ നിന്ന് കുളി കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് സുന്ദരിയാവാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ തോർത്ത് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിലുള്ള മുടിയൊന്നുമില്ല. പക്ഷെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കെട്ടുന്ന ആ ശീലമുണ്ടല്ലോ ആദ്യം മുതലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുകയാണ് കേട്ടത്. അപ്പോൾ ഉള്ള വെള്ളത്തിലിങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ അരി ഇട്ടിട്ട് പിന്നെ തുണികളൊക്കെ വിരിച്ചിടാൻ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. മടി വന്നോ? നിന്റെ ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുകയാണ് ഗൈസ്. വേണ്ട. തത്തേൻ്റെ മെയിൻ പരിപാടി എന്താണെന്നറിയപ്പോൾ, ഞാനില്ലാത്ത സമയത്ത് ഞാൻ പുഴയിൽ പോയിരുന്നല്ലോ. ഞാൻ ഇല്ലാത്ത സമയത്തിൻ്റെ ടോപ്പൊക്കെ ഇട്ടിട്ട് കണ്ണാടിയും വേണ്ടി ഒരുങ്ങണ പണിയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ 2 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടോപ്പ് ഞാൻ വന്നപ്പോൾ ഇട്ട് നിൽക്കണം. അപ്പോൾ അമ്മമാർ ചെയ്യണതൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ വാച്ച് ചെയ്യണ പരിപാടി. ആ ഒരു പ്രായമാണ് ഇപ്പോൾ അല്ലേ. നമ്മുടെ അങ്ങനെ തന്നെയാവും. ഞങ്ങളൊക്കെ സാരി ആയിരുന്നു കേട്ടോ ആ സമയത്ത് നോക്കിയത്. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. കാരണം അമ്മ ചുരിദാറിടുന്നില്ലല്ലോ. അപ്പോൾ അമ്മ സാരി അല്ലേ എടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ ശ്രദ്ധിക്കും. ഇത് സാരി എടുക്കാൻ ഭയങ്കര ആഗ്രഹം. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, രാത്രി കിടക്കുമല്ലോ. ആ കിടക്കണ സമയത്ത് കട്ടിലും കിടക്കൊന്നുമില്ല തന്ന്. എന്നിട്ട് പാ വിരിച്ചിട്ട് ആ പായിൽ നിന്നിട്ട് സാരി വെറുതെ നമ്മൾ ആവശ്യമൊക്കെ ഇടുമല്ലോ. എന്നിട്ട് കിടക്കുന്ന സമയത്ത് ഈ സാരി ഇങ്ങനെ ഇവിടെയൊക്കെ കയറി. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കും കേട്ടോ. ഉടുക്കാൻ ശരിക്കും അറിയില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ പൊന്തി നോക്കും. ആ സാരി ഇങ്ങനെ ഉടുത്ത് നോക്കിയിട്ട് ഈ ഷിമ്മീനെ മുളക്കൂടെ ഇട്ട് കയറി. എടുക്കൊന്നുമില്ല, വെറുതെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണാടിയിൽ വേണ്ടി നോക്കി നിൽക്കണ ആ പരിപാടിയായിരുന്നു. അപ്പോൾ എല്ലാ മക്കളും അങ്ങനെ തന്നെയാവാറ് അല്ലേ. അമ്മമാരെ ജസ്റ്റ് അവരൊന്നും ഇങ്ങനെ വാച്ച് ചെയ്യും, അവരുടെ ആ ഡ്രസ്സും രീതികളൊക്കെ. അപ്പോൾ ഇപ്പോൾ തത്തൂസിൻ്റെ പരിപാടി അതാണ്. അപ്പോൾ ഓക്കെ, കരിങ്ങാലി വെള്ളം വെച്ചതായിരുന്നു. അപ്പോൾ അത് നല്ല ചൂട്, ഞാൻ കുറച്ച് തണുക്കാൻ വേണ്ടി വെച്ചതാട്ടോ. കത്തേ ജഗ്ഗെടുത്ത് വാ, ആ വെള്ളം ഒഴിച്ച് ജഗ്ഗെടുത്ത് വാ. കിച്ചൻ്റെ പരിപാടി എന്താണെന്ന് പറയാം, പുറത്തുണ്ട് സവോള ഇടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. അല്ല കിച്ചുട്ടിയെ, അപ്പൊ അത് മിക്സിയിൽ ജാറിലിട്ട് അരച്ചാ പോരുന്നോ? തലേ തേക്കാനല്ലേ? താരനുണ്ട്, തലേ തേക്കാൻ വേണ്ടി ചെയ്യണം. ഇത് ഞാനിത് ചെയ്യട്ടെ കേട്ടോ. ഇങ്ങോട്ട് മഞ്ഞ കട്ട് ചെയ്ത് ഇങ്ങോട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നാൽ ക്യാമറയിൽ പെടൂലേ, അത് വിചാരിച്ചിട്ട് ഒഴിക്കാതെ പോയി കൊണ്ടുവയ്ക്കത്. ഇത് കണ്ടോ, ഈ അരി വല്ലാതെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. നിറച്ചിരിക്കുന്നുണ്ട്. കഞ്ഞിയാണെങ്കിൽ ഓക്കെ കേട്ടോ. ഇത്രയൊക്കെ വേണ്ടി വരും. ഇത്രക്കാം മതിയോല്ലേ. കയ്യിൽ ഇങ്ങനെ കുഞ്ഞൊരു പൊടി കൂടി മതി. അത് മതി. വൈകുന്നേരത്തിൽ പിന്നെ വീണ്ടും കഞ്ഞി ഉണ്ടാക്കാം. ഫുൾ കഞ്ഞി തന്നെയാണ്. ഇനി ഞാനെന്താ പറയുക, തുണികൾ വിരിച്ചില്ല പറഞ്ഞില്ല ഞാൻ. അപ്പം ഈ കഞ്ഞി വെച്ചിട്ട് തുണികൾ വിരിച്ചിടാൻ വേണ്ടി പോവാം. പിന്നെ ബാക്കിക്ക് പിന്നെ കഴിയാം കേട്ടോ. ഞാനേ തുണികളൊന്ന് ചോരട്ടെ, വിരിച്ചിടട്ടെ. ഞാനേ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ കേട്ടോ.
മമ്പയർ വെള്ളത്തിലിട്ട് വെച്ചതോ ഉപ്പേരി ഉണ്ടാക്കാൻ. ഇങ്ങനെയൊക്കെ ചമ്മന്തി വേണം. ചമ്മന്തി ഉണ്ടാക്കാൻ കുറച്ച് പുളി എടുക്കട്ടെ. തേങ്ങ ഇതുള്ളൂ, അപ്പം തേങ്ങ പൊളിക്കണം. ഫോൺ അപ്പോൾ നമ്മളെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ട് ഞാനൊരു 3 വിസിലടിപ്പിച്ചിട്ട് കുക്കറവിടെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മമ്പയറും കറുവത്തയും കൂടെ ഉപ്പേരി വയ്ക്കുകയാണ്. അപ്പോൾ മമ്പയർ ഞാൻ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു 2 വിസിൽ അടിച്ചിട്ട് പിന്നെ അതിന് ശേഷമാണ് കറുവത്ത അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ചമ്മന്തി മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. പിന്നെ ഞാനും കിച്ചുമോളുമാണ് മമ്പയറും കറുവത്ത ഉപ്പേരിയും കൂടെ തിന്നുന്ന ആൾക്കാർ കേട്ടോ. താത്തയ്ക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. 2 വിസിൽ സിമ്മിലൊന്നല്ല, ഫുൾ തീയിലിട്ടിട്ട് തന്നെ 2 വിസിൽ അടുപ്പിച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്യും. എന്നിട്ട് പിന്നെ ഞാൻ ആ കറുവത്ത അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ 1 വിസിൽ അടുപ്പിച്ചിട്ട് ഓഫ് ചെയ്യും. അപ്പോൾ 2 നല്ല കറക്റ്റ് വേവായിട്ട് വരും കേട്ടോ. ഒരുപാട് അങ്ങനെ വെന്തുടഞ്ഞ് അങ്ങനെ പോവുകയില്ല. പിന്നെ അത് നമ്മൾ ഉള്ളിയും കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി അരിഞ്ഞിട്ട് അതൊക്കെ മൂപ്പിച്ച് കറിവേപ്പില ഇട്ടിട്ട് അങ്ങോട്ട് വറവിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ മമ്പയറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ മമ്പയറെന്ന് പറഞ്ഞാൽ ഒരുപാട് വെന്തിട്ടില്ല, ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് തന്നെ ഈ കറുവത്ത അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ കറുവത്തയിലേക്ക് വേണ്ടൊരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ.
എന്നിട്ട് ഇത് ഞാൻ എന്ത് ചെയ്യും, ഒന്നിങ്ങനെ കുക്കറൊന്നിങ്ങനെ നമ്മളൊന്ന് പൊക്കി കുടഞ്ഞു കൊടുത്താൽ ആ കറുവത്ത് അടിയിലേക്കാവും, മമ്പയറൊന്ന് മുകളിലേക്കാവുകയും ചെയ്യും. എന്നിട്ട് ഒന്നുകൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ തലയിൽ ആ തോർത്തൊക്കെ ഒന്ന് മാറ്റിയിട്ടു. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കടത്തി കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കെട്ടി വെച്ചിരുന്നത് കേട്ടോ. ഇനി ഞാൻ ചമ്മന്തി ഇറക്കുകയാണ്. ഈ ചമ്മന്തി അങ്ങനെ സ്പെഷ്യലൊന്നുമല്ല. അവൾക്ക് ഇഷ്ടം എങ്ങനെയെന്ന് വെച്ചാൽ തേങ്ങയും മുളക് പൊടിയും പുളി ഉണ്ടല്ലോ, പുളി ഇങ്ങനെ വെള്ളത്തിലിട്ട് കുറഞ്ഞ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിങ്ങനെ പിഴിഞ്ഞിട്ട് ആ ഒരു പുളിയുടെ ജ്യൂസും കൂടെ എടുത്തിട്ട് ഉപ്പിട്ട് അങ്ങനെ പിന്നെ അടിച്ചെടുക്കുന്ന ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. എരിവ് കൂടാനൊന്നും പാടില്ല. അപ്പോൾ ചമ്മന്തി ഞങ്ങൾക്കൊന്നും ഈ ചമ്മന്തി വലിയ ഇഷ്ടമല്ല. ഞാനൊക്കെ എങ്ങനെയെന്ന് അറിയാം, വറ്റൽമുളക് നമ്മൾ ചുട്ടിട്ടോ അല്ലെങ്കിൽ അതുപോലെ എണ്ണയിൽ മൂപ്പിച്ചിട്ടിട്ടൊക്കെ നമ്മൾ ചമ്മന്തി ഇറക്കണം. നല്ല എരിവ് വേണം, എന്നാലും ഇഷ്ടമുള്ളൂ. ഇത് പിന്നെ അവൾക്ക് ഉണ്ടാക്കിയതാണ് എരിവൊന്നും ഇല്ലാതെ. അപ്പോൾ അവളെ ഈ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ കഞ്ഞിയൊക്കെ ചൂടാറാൻ വേണ്ടി വെച്ചു. പിന്നെ മമ്പയറും കറുവത്തുപ്പേരിയും പാവയ്ക്ക അച്ചാറ് ചമ്മന്തി ഉപ്പിലിട്ട നെല്ലിക്ക ഇത്രയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.